ഹൃദയത്തിന് വല്ലാത്തൊരു ഭാരം. ഇതൊന്നും ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചതല്ല. ആരെ ഈ ഒരവസ്ഥയെ കാണണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. നിങ്ങൾ എവിടെ പോയതോ? ഇവൾക്ക് ബീച്ചിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ കൊണ്ടുപോയതോ? ബീച്ചിൽ പോയതൊക്കെ തന്നെ, പക്ഷെ ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. അതെന്താ, രണ്ടും കൂടെ അടി ഉണ്ടാക്കിയോ? ഇല്ലെന്നേ, അവിടെ വെച്ചൊരു പെണ്ണിനെ കണ്ടു. ആള് ഭയങ്കര സാഡായിരുന്നു. പിന്നെ ഞങ്ങൾ രണ്ടാളും കൂടെ ആ പെണ്ണിനെ വീട്ടിൽ കൊണ്ടാക്കി. വല്ലാത്ത സുഖേട് തന്നെ രണ്ടിനും. എന്തിനൊരു പരിചയം ഇല്ലാത്ത ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത്? ആര് പറഞ്ഞു പരിചയമില്ലെന്ന്? നമ്മുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫാ. അതാരാതി? ശ്രീനന്ദ. എങ്ങനെ സാടാക്കാതിരിക്കും? അതുപോലെ അപമാനിച്ചു വിട്ടില്ലേ ഞാൻ. കണ്ടിട്ടൊരു പാവാണെന്നാ തോന്നുന്നത്. പാവം, അഭിനയിക്കാൻ നന്നായി അറിയാം അവൾക്ക്. ആണോ? എന്നാ സിനിമ ഇൻഡസ്ട്രിയിലേക്ക് നോക്കായിരുന്നില്ല ആ കുട്ടിക്ക്? എന്തായാലും ആളെ കാണാൻ കൊള്ളാം, നല്ല ചർച്ചയുണ്ട്. ആർക്ക്? ആദ്യേട്ടന് വേണ്ടി ശ്രീനന്ദയെ ആലോചിക്കാൻ പറഞ്ഞാലോ അപ്പയോടും അമ്മയോടും? ആദിക്ക് വേണ്ടി ആരെ ആലോചിക്കുന്ന കാര്യ കുഞ്ഞി നീ പറയുന്നേ? അത് നമ്മുടെ കമ്പനിയിലെ സ്റ്റാഫ് അമ്മേ. ഞാൻ എന്നാ കാണുന്നേ, നല്ല ഭംഗിയൊക്കെ ഉണ്ട് കാണാൻ. ആദ്യേട്ടൻ നല്ല മാച്ചാണെന്ന് പറയുമായിരുന്നു. ഒന്ന് നിർത്തുന്നുണ്ടോ താര? എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടാൻ മാത്രം? ഞാൻ ഏട്ടന്റെ കല്യാണക്കാരൊന്നും അല്ലല്ലോ പറഞ്ഞത്. ഇങ്ങനെ ദേഷ്യപ്പെട്ട് എണീറ്റ് പോകാനും മാത്രം ഞാൻ എന്താ അമ്മയിന് പറഞ്ഞത്? സാരല്ല കുഞ്ഞി, അവന്റെ സ്വഭാവം നിനക്കറിയാലോ. അവന് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും സംഭവിച്ചു കാണും, അതൊക്കെ ഓർത്തിട്ടായിരിക്കും. പോട്ടെ. ഇന്നവള് ഇവിടെ വന്നില്ലെങ്കിലും ഒന്ന് മിണ്ടാതിരിക്കാൻ പറ്റുമോ? ഷുവർ. എന്നെ അറിയാമോ? അറിയാം. ഈ ലെറ്റർ വാടി പോകാം. ഓ, പെട്ടെന്ന് ചോദിക്കാനുള്ള അവൻ ബബ്ബ വെച്ചോണ്ടിരിക്കുവല്ലായിരുന്നോ? ശരിയാ, ഇപ്പൊ ചോദിക്കാനുള്ള നല്ല അവസരമായിരുന്നു. ഓ ഗായ്സ്, ഈ ലെറ്റർ അവളല്ല ഇനി എഴുതുന്നതെങ്കിൽ പോലും ഇനി എനിക്ക് അവളെ മാത്രം മതി. ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ പറച്ചില്. അവളെ എല്ലാവരുടെ മുന്നിൽ വെച്ച് നാണം കെടുത്തുന്ന മറ്റു ആയിരുന്നല്ലോ നീ പറഞ്ഞത്. ഒന്ന് പോടാ. അയ്യേ, അവന്റെ ചിരി കണ്ടോ? ഇത്രയും അവിഞ്ഞ ചിരി ഞാൻ കണ്ടിട്ടേ ഇല്ല. എങ്കിലും റാം, ഈ ലെറ്റർ എഴുതുന്നത് ആ സ്ത്രീയാണ് എന്നറിയണം. അവനെന്തിയേ? ക്ലാസ് കട്ട് ചെയ്ത് അപ്പുറത്തെ ഡിപ്പാർട്ട്മെന്റിലേക്ക് പോയിട്ടുണ്ട്. ക്ലാസ് കട്ട് ചെയ്തെന്നോ? രാമ രാമ, ഒരു ക്ലാസ് പോലും മിസ്സാക്കാത്തവനാ ഒരു പെണ്ണിന് വേണ്ടി പോയേക്കുന്നെ. നമുക്ക് പോണ്ടേ? എന്തിനു? നമുക്കെന്താ ലാഭം? അവർക്ക് അവിടെ ഫ്രഷേഴ്സ് ഡേയാ, പുതിയ പിള്ളേരൊക്കെ വന്നിട്ടുണ്ടാകും. ഓ, കേമായിരിക്കണു. വരാ, നടക്കുക. காலம் மழைக்கும் போது ஒளிந்து கொள்ள நீ வேண்டும், தாவணி கூடை பிடிப்பாயா?
நான் உன் மனதில் சென்று ஒளிய நீ உன் மனதில் என் உருவம் கண்டுபிடிப்பாயா? துளி வரும் காற்றே துளி வரும் காற்றே தாய்மொழி பேசு. நிலவுள்ள வரையில் நிலமுள்ள வரையில் நெஞ்சினில் வீசு. துள்ளி வரும் காற்றே தாய்மொழி பேசு. പാടിയത് വളരെ നന്നായിരുന്നു. താങ്ക്സ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്നോട്ടെ നിന്നെ കാണാൻ? ഇതിപ്പോ സ്ഥിരം പരിപാടി ആയല്ലോ ക്ലാസ് കട്ട് ചെയ്ത് കാണാൻ പോകുന്നേ. അവൻ ക്ലാസ് കട്ട് ചെയ്താലും ഇല്ലെങ്കിലും എപ്പോഴും അവൻ തന്നെയായിരിക്കും ഫസ്റ്റ്. നീരുന്ന് പഠിക്ക്, പാസ്സാവണ്ടേ നമുക്ക്? നിന്റെ ഈ കണ്ണുകൾ പോലെ ഭംഗിയുള്ളതാണ് എൻ്റെ പ്രണയവും. നീ എന്നെ അറിയുന്നത് വരെ ഞാൻ നിന്നെ പ്രണയിക്കുന്നത് എൻ്റെ മാത്രം രഹസ്യമായിരിക്കും. ഞാൻ നിന്നെ കണ്ടുമുട്ടിയ ദിവസം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ കവിതയായി ഞാൻ എഴുതി വെച്ചു. എന്തൊക്കെയാ പറയുന്നേ? ഇതെല്ലാം നീ എന്നോട് പറഞ്ഞതാണ്, ലെറ്റേഴ്സ് ആയിട്ട്. ഇതൊന്നും നീ ഓർക്കുന്നില്ലേ? ദേ ഇതൊക്കെ നോക്ക്. ഐ ഹാവ് എ സ്മോൾ ഗിഫ്റ്റ് ഫോർ യു. നീ ഇനി ഒരുപാട് എഴുതണം. താങ്ക്സ് റാം. നോ, ഇതൊന്നും എനിക്കിഷ്ടമല്ല റാം. സോറി. ഗിഫ്റ്റ് ഇഷ്ടമായോ നിനക്ക്? നന്ദ, നീ ഇതെവിടെയാ? ഇന്ന് കോളേജിൽ വന്നില്ലേ? ഇല്ല. എന്താ, നിനക്ക് വയ്യേ? ചെറിയൊരു തലവേദന. ഞാൻ പിന്നെ വിളിക്കാം റാം. ശ്ശേ. റാം, നീ എന്താ ഇവിടെ? ആരെങ്കിലും കാണും. ഐ മിസ്ഡ് യു. എനിക്ക് നിന്നെ ഒരു നിമിഷം പോലും കാണാതിരിക്കാൻ പറ്റില്ല നന്ദ. റാം മാറ്. ഇവിടെ ഇപ്പൊ ഞാനും എൻ്റെ സിസ്റ്ററും മാത്രമേ ഉള്ളൂ. റാം വേഗം തിരിച്ചു പൊയ്ക്കോ. ഒരു 5 മിനിറ്റ്, അത് കഴിഞ്ഞ് ഞാൻ പൊയ്ക്കോളാം പ്ലീസ്. നോ റാം, എൻ്റെ സിസ്റ്റർ റാമിനെ കണ്ട പ്രശ്നമാകും. ഒരു 5 മിനിറ്റ്. ഓക്കെ. തലവേദന മാറിയോ? ചേച്ചി, അയ്യോ, എൻ്റെ സിസ്റ്ററാ. എങ്ങോട്ടെങ്കിലും മാറ്, അല്ലേ ഇവിടുന്ന് പോറാം പ്ലീസ്. നാളെ കാണാം. ഗുഡ് നൈറ്റ്. നിനക്കെന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ നന്ദ? ഈയിടെയായി നിന്റെ ബിഹേവിയറിൽ ഈ ചേഞ്ചസ് ഞാൻ ശ്രദ്ധിക്കുന്നു. That happened to you. ഇത് ശരിയാകില്ല റാം. എന്ത്? നമ്മുടെ ഈ റിലേഷൻഷിപ്പ് അത് ശരിയാകില്ല. Are you kidding me? എന്താ, വല്ല പ്രാങ്കോ ഡയറോ മറ്റാണോ? അല്ല, ഐ എം സീരിയസ്. നമുക്കിത് സ്റ്റോപ്പ് ചെയ്യാം. ഇതിന് മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് പറ്റില്ല. നന്ദ, നന്ദ പ്ലീസ് ജസ്റ്റ് സ്റ്റോപ്പ് ഇറ്റ്. ഈ ഒരു കാര്യത്തിൽ നീ ഇങ്ങനെ തമാശ പറയാതെ. ഞാൻ തമാശ പറഞ്ഞതല്ല, ഞാൻ സീരിയസ് ആയിട്ടായി പറയുന്നത്. പക്ഷെ എന്താ റീസൺ? നന്ദ, tell me the reason. എനിക്ക് നിന്നെ മടുത്തു. നന്ദ പ്ലീസ്, ഞാൻ നിനക്ക് വേണ്ടി മാറാം. എനിക്ക് നീ ഇല്ലാതെ പറ്റില്ല നന്ദ, പ്ലീസ്. നിന്റെ കൂടെ ഉള്ളപ്പോൾ ഞാൻ ഹാപ്പി ആയിരിക്കില്ല റാം. എന്നെ ഒന്ന് മനസ്സിലാക്ക്. എന്നെ നിനക്ക് മടുത്തു എന്ന് പറയുന്നത് ഒരു റീസൺ അല്ല നന്ദ. നിനക്ക് എന്നെ ചതിക്കാൻ കഴിയില്ല, അതെനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ എന്ത് പ്രോബ്ലം നിനക്കുള്ളത് പറ, നമുക്ക് ഒരുമിച്ച് സോൾവ് ചെയ്യാം. റാം ലിസൺ, എനിക്ക് കാർത്തി ഇഷ്ടമാണ്, അവനും എന്നെ ഇഷ്ടമാണ്. ഞങ്ങളുടെ ഇടയിലേക്ക് ഇനി നീ വരരുത്.
ഡാ, നീ ഓക്കെ ആണോ? റാം, നീ ഇങ്ങ് വന്നേ. ഡാ, റാം, അവനെ വിട് റാം. നിന്നെ ഞാൻ അങ്ങനെ ആർക്കും വിട്ടുകൊടുക്കില്ല നന്ദ. അതിപ്പോൾ സ്നേഹിക്കാനാണെങ്കിലും നരകിപ്പിക്കാനാണെങ്കിലും നിനക്ക് ഞാൻ മാത്രം മതി. ഓടിക്കോ, നീ എത്ര വേണമെങ്കിലും ഓടിയാകുന്നു. പക്ഷെ അവസാനം നീ ചെന്നെത്തുന്നത് എൻ്റെ അടുത്തായിരിക്കും. ഇനി മേലാൽ നീ എൻ്റെയും നന്ദയുടെ ഇടയ്ക്ക് വരില്ല. നന്ദയ്ക്ക് എന്നെ ഇത്ര ഇഷ്ടമാണെന്ന് ഞാൻ കരുതിയില്ല. കാരണം അവളൊരാളുടെ ജീവനൊക്കെ എടുക്കാൻ പറയാൻ മാത്രം. എന്തിന് എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നത്? ഇതെന്താ? ഇതെല്ലാം ഇന്ന് നീ ചെയ്തു തീർക്കേണ്ട വർക്ക്സ് ആണ്. ഗുഡ് ലക്ക്. ഇതെല്ലാം ഞാനെങ്ങനെ ഒറ്റ ദിവസം കൊണ്ട് ചെയ്ത് തീർക്കുന്നേ? നീ ഇതെല്ലാം ഇന്ന് ചെയ്തു തീർക്കും. തീർക്കാതെ നീ ഇന്ന് പോകില്ല. പോയാൽ ഇതെന്റെ കമ്പനിയാണ് മോളെ. നിന്നെ ഒഴിയെണ്ണിക്കാനുള്ള വഴി ഞാൻ ഉണ്ടാക്കും. ഡേ, നീ കഴിക്കാൻ വരുന്നില്ലേ? ഇല്ല എന്തോ, ഞാൻ ബിസി ആടി, പിന്നെ കഴിച്ചോളാം. കഴിച്ചോണം, ഇല്ലാൽ അറിയാലോ, നിന്നെ ഞാൻ എടുത്തോണ്ട് ഹോസ്പിറ്റലിലേക്ക് ഓടേണ്ടി വരും. ഞാൻ കഴിച്ചോളാടി. മാഡം, ഈ ഫുഡ് തരാൻ പറഞ്ഞു. ആ, താങ്ക് യു. എന്തുകൊണ്ട് ഒരു കാര്യം. ഇതാ കാറല്ലേ നന്ദേച്ചിയുടെ പിറകെ ഞാൻ എപ്പോഴും കാണാറുള്ളത്. എക്സ്ക്യൂസ് മീ, ഓപ്പൺ ദ ഡോർ. ഒന്ന് ഇറങ്ങിക്കേ, ഒന്ന് വെളിയിലേക്ക് ഇറങ്ങാൻ. എന്താ വേണ്ടേ? അതൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ്. ഈ കാറ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു സ്റ്റോക്കറാണെന്ന്. സോറി, വാട്ട്? സോറി, മൈ മിസ്റ്റേക്ക്. നമ്മൾ ഇതിനു മുന്നേ കണ്ടിട്ടുണ്ടല്ലോ. ആ യെസ്, താരയുടെ ബ്രദർ അല്ലേ? കോളേജിൽ വന്നപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്. അതല്ലാതെ എവിടെയെങ്കിലും വെച്ച്? നോ, ഞാൻ കണ്ടിട്ടില്ല. ഹി സ്റ്റിൽ ലവ്സ് നന്ദേച്ചി. അല്ലെങ്കിൽ ഇത്രയും കാലം നിഴൽ പോലെ നന്ദേച്ചിയുടെ പിറകെ ഉണ്ടാവില്ലായിരുന്നു. ആ, എണീറ്റോ? റിലേറ്റീവ്സിനെ ഒന്നും അറിയാത്തത് കൊണ്ട് എനിക്ക് അവരുടെ ബോധം വരുന്നവരെ ഇവിടെ ഇരിക്കേണ്ടി വന്നു. എൻ്റെ ഫോൺ. ഇതാ, എങ്കിൽ ഞാൻ പൊയ്ക്കോട്ടെ. താങ്ക് യു എന്നെ ഹെൽപ്പ് ചെയ്തതിന്. ഇതുപോലെ ശ്രദ്ധയില്ലാണ്ട് സ്കൂട്ടർ ഓടിച്ചാൽ ഇനി ഹോസ്പിറ്റലിലേക്കായിരിക്കില്ല വരുന്നത്, നേരെ പരലോകത്തേക്ക് പോകേണ്ടി വരും. കഴിഞ്ഞില്ലേ നന്ദു? എല്ലാം നീ പൊയ്ക്കോ. ഷോ, അവനത് എന്തിന്റെ സൂക്കേടാ. എന്തായാലും നീ കഴിയുമ്പോ എന്നെ വിളിക്ക്, ഞാൻ വരാം. ആ ശരി. എന്റെ ദൈവമേ, ഞാൻ മടുത്തു.
ഹലോ, ഇതുവരെ ആയിട്ട് ഇയാളുടെ വർക്ക് കഴിഞ്ഞില്ലേ? നോ സാർ. ഇതൊക്കെ നെക്സ്റ്റ് വീക്കിലേക്കുള്ള വർക്ക്സ് ആണല്ലോ. ഇതൊക്കെ റാം പറഞ്ഞിട്ടാണോ ചെയ്യുന്നത്? അതെ, ഞാനിത് ചെയ്ത് കഴിഞ്ഞിട്ട് പൊയ്ക്കോളാം സാർ. വേണ്ട, എത്രയും ടൈമൊന്നും ആരും ഇവിടെ വർക്ക് ചെയ്യണ്ട. യു ക്യാൻ ഗോ നൗ. സാർ പ്ലീസ്. ഇയാൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? പോകാൻ. ഓക്കെ സാർ. ഞാൻ വീട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്യണോ? വേണ്ട, ഫ്രണ്ട് വരും. ഈ വർക്കൊന്നും തീർത്തില്ലെങ്കിൽ റാം എന്തായാലും വെറുതെ ഇരിക്കില്ല. ഇതെന്ന് തന്നെ ചെയ്ത് തീർത്തേ പറ്റൂ. കഴിഞ്ഞു. അയ്യോ, ആദ്യ സാർ ആയിരിക്കും. ഫിനിഷ് ആയോ നിന്റെ വർക്ക്? കഴിഞ്ഞു. കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. ഞാൻ വരുവാ. നോ പ്ലീസ്, എന്നെ ഒന്നും ചെയ്യരുത്. കുറെ നാളുകൾക്ക് ശേഷം നിന്നെ കാണുന്നതല്ലേ ഞാൻ. അപ്പോൾ നിന്നെ ഒന്ന് സ്നേഹിക്കണ്ടേ? മാറ്. ഓടുന്നു, നിനക്ക് ഓടാൻ പറ്റുന്നത്രയും നീ ഓട്. ഇതെന്തൊരു വർക്കാടി, ഇങ്ങനെ പോയത് ശരിയാകൂല കേട്ടോ. ഇന്ന് കിഷോർ സാർ വന്നില്ലേ? ഇന്ന് വരില്ല എന്നാ തോന്നണേ. ഒരു സെമിനാറിന് പോയേക്കുവെന്നാ കേട്ടേക്കണേ. ഓഹോ, അപ്പോ ഇന്ന് നമുക്ക് ഫ്രീഡം കിട്ടും. ആ, ദേ നീ പറഞ്ഞ ഫ്രീഡം നടന്നു വരുന്നു. ഓ, ഇയാളെ കൊണ്ട് ഇങ്ങർക്കൊരു പണി കൊടുക്കാം. വാ. എടി, ഇത് കുറച്ച് കൂടുതലല്ലേ? സാറ് നാണം കെട്ടു പോകൂടി. നാണം കെടാനാണല്ലോ ഇങ്ങനെ ചെയ്യുന്നേ. എന്നാലും ഞാൻ ഈ കൈവിട്ട കളിക്കൊന്നുമില്ല. എന്നെ നോക്കേ വേണ്ട, ആരും വേണ്ട, ഞാൻ തന്നെ ചെയ്തോളാം ഇത്. അങ്ങേരിക്കുന്നില്ലല്ലോ. വേസ്റ്റ് ആകും. അത്രയും ഗ്ലൂ വേസ്റ്റ് ആകില്ല. അടുത്ത പീരീഡ് മിസ് പിന്നെ നിൽക്കാറില്ലല്ലോ, വരുമ്പോഴേ ഇരിപ്പല്ലേ. സ്റ്റാൻഡപ്പ് താര. ഒരു ടീച്ചർ ക്ലാസ് എടുക്കുമ്പോൾ യൂസ്ലെസ് ടോക്കിന് പോകരുതെന്ന് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നിന്നോട്? പറയുന്ന ഒരു കാര്യം പോലും ഒബേ ചെയ്യാൻ നമുക്ക് കഴിയില്ല അല്ലേ? ഇങ്ങ് വാ, ഇനി നീ ഇവർക്ക് ക്ലാസ് എടുത്തു കൊടുക്ക്. ഓ, പിന്നെന്താ, സാറിരുന്നു, ഞാൻ ക്ലാസ് എടുത്തോളാം. What the heck? സാർ, All of you get out. താരം മാത്രം ഇവിടെ നിന്നാൽ മതി. ഞാനോ? ലാസ്റ്റ് ഇറങ്ങി പോകുന്ന ആള് ഡോർ ക്ലോസ് ചെയ്യാൻ മറക്കരുത്. വിട്ടേ. ഈ പ്രോബ്ലം വേഗം സോൾവ് ചെയ്തു, അല്ലെങ്കിൽ നിന്റെ ഈ പാൽസൂര് ഞാൻ ഇട്ടുകൊണ്ട് പോകും. അയ്യേ, ആദ്യം എന്നെ ഒന്ന് വിട്ട്. ഇപ്പോൾ നിന്നെ ഞാൻ വിട്ടാൽ നീ ഓടിപ്പോകും. എന്റെ കയ്യിലാണെങ്കിൽ നീ എസ്കേപ്പ് ആകില്ല. ഓ, എന്റെ കൈ പിടിച്ചോ? നോ വേ. നിന്നിങ്ങനെ ചേർത്ത് പിടിക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലാ. ഹലോ ഡേ, ഒരു പാൻറ് സംഘടിപ്പിച്ചതാ. ആ, അവളുടെ കൊടുത്ത പണി അവൾക്ക് തന്നെ കിട്ടി. ഇപ്പോൾ കൊണ്ടുവരും. ഇനിയെങ്കിലും എന്നെ വിട്. മാറ്. പോകാനല്ല പറഞ്ഞത്.
എടി ഞങ്ങൾ വന്നു, ഡോറ് തുറക്ക്. അവര് വന്നു, ഡോറ് തുറക്കട്ടെ. പോയി തുറക്ക്. ഇതാ. ഇപ്പൊ ഈ കാണിച്ച തോന്നിവാസത്തിന് പ്രിൻസിപ്പൽ മാഡത്തിന്റെ കയ്യിൽ നിന്ന് നിനക്ക് പണിഷ്മെന്റ് കിട്ടും. ഓ ആയിക്കോട്ടെ. എന്റെ വക പണിഷ്മെന്റ് നിനക്ക് ഞാൻ തരാം. എന്തായിരുന്നു ഇവിടെ? എന്ത്? ഇതിനുള്ള പണിഷ്മെന്റ് മാഡത്തിന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കോളാൻ പറഞ്ഞു. അടിപൊളി. മാം, ഈ കൊച്ചിനെ കുറിച്ച് പരാതി മാത്രമേ പറയാനുള്ളൂ. ക്ലാസ്സിൽ മര്യാദയ്ക്ക് കയറുക പോലുമില്ല. കയറി കഴിഞ്ഞാൽ ബാക്കിയുള്ള സ്റ്റുഡൻസിന് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്ന രീതിയിലിരുന്ന ടോക്കാണ്. മാഡത്തിന്റെ അടുത്ത് പലതവണ കംപ്ലൈന്റ് ആയിട്ട് വരണമെന്ന് ഓർത്തതാണ്. പിന്നെ കിഷോർ സാർ വേണ്ടത് പറഞ്ഞത് കൊണ്ടാണ്. അല്ലെങ്കിൽ എന്നെ ഇവിടെ കോളേജിൽ നിന്ന് TC കൊടുത്ത് വിടേണ്ടതാണ്. സാറിന് കംപ്ലൈന്റ് ഒന്നും ഇല്ലേ? എന്നാവർത്തിച്ചതുപോലെ ഒന്നും താര ഇനി ആവർത്തിക്കില്ല മാം. മാം, ഈ തെറ്റിനെയും ക്ഷമിച്ചു വിട്ടാൽ താര അത് തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. എനിക്ക് ഉറപ്പാ. കാരണം 1 2 തവണയൊന്നും അല്ല കിഷോർ സാർ അവർക്ക് വാണിംഗ് കൊടുക്കുന്നത്. നന്നാവാൻ ഉദ്ദേശമുണ്ടോ താരയ്ക്ക്? തല്ലുന്നതിന്റെ ശാസിക്കുന്നതിന്റെ ഒക്കെ പ്രായമൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോ TC തന്നങ്ങ് വിട്ടേക്കട്ടെ. നാളെ തന്നെ പാരന്റ്സിനോട് വരാൻ പറ. ഇതുപോലുള്ള സ്റ്റുഡൻസിന് ഇനി കോളേജിന് ആവശ്യമുണ്ടോ എന്ന് ആലോചിക്കാം. എന്തായി? എന്നെ പറഞ്ഞു വിടാനാണ് തീരുമാനം. ഈ പണിക്ക് പോകണ്ടായിരുന്നു. മാം, ആരൊരു ബ്രില്യൻ സ്റ്റുഡന്റ് ആണ്. ഇതുപോലെയുള്ള പൊരുത്തക്കേടുണ്ടെന്നേ ഉള്ളൂ. ഈ ഒരു തവണത്തേക്ക് ക്ഷമിച്ചൂടെ? എനിക്കറിയാം കിഷോർ, പക്ഷേ ഇന്ന് ആ കുട്ടി കാണിച്ചത് കുറച്ച് കൂടിപ്പോയി. എപ്പോഴും ക്ഷമിച്ചു വിട്ടാൽ വീണ്ടും ആവർത്തിക്കും. താരയുടെ ബ്രദേഴ്സ് ഒക്കെ ഇവിടെ തന്നെ പഠിച്ചത്. എല്ലാവരും നല്ല പിള്ളേരായിരുന്നു. പിന്നെ 3 ബ്രദേഴ്സിന്റെ കൂടെ വളർന്നത് കൊണ്ട് അവരുടെ ആ ഒരു ആറ്റിറ്റ്യൂഡൊക്കെ ഉണ്ട് താരയ്ക്കും. ഇവിടെ അധികാർക്കും അറിയില്ല. അവൾ എൻ്റെ കുട്ടി തന്നെയാണ്. എൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ മകനാണ് ഇവരുടെ പപ്പ. താരയോട് ഇത്രയും റൂഡായില്ലെങ്കിൽ അവൾ നന്നാകിയല്ലെന്നേ. കിഷോർ സാർ ക്ഷമിക്കണം, ഇങ്ങനെയൊക്കെ അവളുടെ ഭാഗത്തു നിന്നുണ്ടായതിൽ. ഇറ്റ്സ് ഓക്കെ മാം, ഞാനതൊന്നും കാര്യമാക്കിയിട്ടില്ല. എന്നെ പറഞ്ഞു വിടാനുള്ള ഗൂഢാലോചനകളൊക്കെ പൂർത്തിയായോ? ഇല്ല, നിന്നെ കെട്ടാനുള്ള പദ്ധതികൾ മാഡം പാസ്സാക്കി തന്നു. ഓ ആണോ? എപ്പോഴാണ് നമ്മുടെ കെട്ട്? ഇപ്പൊ വേണമെങ്കിൽ ഇപ്പൊ തന്നെ നടത്താം. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ദൃക്സാക്ഷികൾ. ഡേ, ഇനിയും പൊരുത്തക്കേടുകൾ ആവർത്തിച്ചാൽ എന്റെ പണിഷ്മെന്റുകൾ കൂടിക്കൊണ്ടേയിരിക്കും. മനസ്സിലായോ?